നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജനുവരി മാസം 6-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ വൈദ്യുതി വിതരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള വൈദ്യുതി ഭേദഗതി ബില്ല് 2025 പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. വൈദ്യുതി വിതരണ രംഗത്തെ ലൈസൻസിംഗ് സമ്പ്രദായം ഒഴിവാക്കി സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നതാണ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. കേരളം പോലെ KSEB എന്ന ഏക വിതരണക്കാരൻ നിലനിൽക്കുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വെല്ലുവിളികളും ഒപ്പം അവസരങ്ങളും ഉയർത്തുന്നുണ്ട്. അതേസമയം വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് തൊഴിലാളി സംഘടനകളും സംസ്ഥാനങ്ങളും ഒക്കെ തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സാധാരണക്കാർക്ക് നിയമോപദേശവും സഹായവും വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായിട്ട് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം ന്യായ സേതു എന്ന വാട്സപ്പ് ചാറ്റ് ബോട്ട് പുറത്തിറക്കി. സിവിൽ, ക്രിമിനൽ, കുടുംബ തർക്കങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പൗരന്മാർക്ക് ഈ സംവിധാനത്തിലൂടെ സൗജന്യ നിയമസഹായം തേടാം. വാട്സപ്പ് വഴി ഈ സേവനം ആക്സസ് ചെയ്യാൻ 7217711814 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ ഒരു സന്ദേശം അയക്കുകയും സേവ് ചെയ്യുമ്പോൾ ഇത് ടെലിലോ എന്ന ദൃശ്യം അയക്കാം. തുടർന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് വഴി നിയമോപദേശങ്ങൾ നിങ്ങൾക്ക് തേടാൻ സാധിക്കും. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബ തർക്കങ്ങൾ, അതുപോലെ തന്നെ വൈവാഹിക പ്രശ്നങ്ങൾ, ഗാർഹിക പീഡനം, കോർപ്പറേറ്റ് നിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ന്യായ സേതുവിൻ്റെ പിന്തുണ ലഭ്യമാണെന്നും മന്ത്രാലയം അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേരളത്തിലെ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ ലളിതവും വേഗത്തിലുമാക്കുന്നതിനായിട്ട് സർക്കാർ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നു. പൊതുജനങ്ങൾക്ക് സ്വന്തമായിട്ട് ആധാരം തയ്യാറാക്കാനുള്ള നിലവിലെ രീതി ഒഴിവാക്കി പകരം സർക്കാർ അംഗീകരിച്ച 19 തരം മാതൃകകൾ, ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാനാണ് പുതിയ തീരുമാനം. നിലവിൽ ആധാരം എഴുത്തുകാർക്കും അഭിഭാഷകർക്കും മാത്രമാണ് ഈ ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാനായിട്ട് അനുമതിയുള്ളത്. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം നടപ്പിലാക്കുന്നത്. നിശ്ചിത മാതൃകയിലുള്ള ഫോമിൽ വിവരങ്ങൾ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തി ഓൺലൈൻ മുഖേന സമർപ്പിക്കാനും ഈ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലൂടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഫീസും ഒടുക്കിക്കൊണ്ട് രജിസ്ട്രേഷൻ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനും പുതിയ മാറ്റത്തിലൂടെ സാധിക്കും. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം വിലയിരുത്തിയ ശേഷം വരും ദിവസങ്ങളിൽ ഈ സേവനം സംസ്ഥാനത്തെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്കും വ്യാപിപ്പിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്കായിട്ട് വരികയാണ്. ഇതിൽ പ്രധാനമായും ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം 20-നും 30-നും ഇടയിലുള്ള തീയതികളിലായിരിക്കും നടത്തുക. ഇനി മുതൽ എല്ലാ മാസവും അവസാന ആഴ്ചകളിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക. നിലവിൽ വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള 2000 രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് സ്ത്രീ ഗുണഭോക്താക്കൾ തങ്ങളുടെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വളരെ കൃത്യസമയത്ത് തന്നെ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ പെൻഷൻ ലഭിച്ചു തുടങ്ങിയ കാലം മുതൽ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലാത്തവർ മാത്രം ഇപ്പോൾ അത് നൽകിയാൽ മതിയാകും. ഇത്തരക്കാരുടെ പട്ടിക പഞ്ചായത്ത് തലത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ സർക്കാർ പൊതുവായി എല്ലാവരോടും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പെൻഷൻ നിങ്ങൾക്ക് തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് കാലാകാലങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന രേഖകൾ വളരെ കൃത്യമായി സമർപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഈ സംസ്ഥാന ബജറ്റിൽ 2500 രൂപയിലേക്ക് പെൻഷൻ തുക വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വിവിധ മേഖലകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതുമാത്രമല്ല, പെൻഷൻ വർധന സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകി പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന ബജറ്റ് ഈ മാസം 29-ാം തീയതി അവതരിപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ വർധനവിനെക്കുറിച്ച് നിരവധി ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ പെൻഷൻ തുകയിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിൽ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ 8 കിലോഗ്രാം അരി ഒറ്റത്തവണയായിട്ട് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. നിലവിൽ 2 തവണകളായിട്ട് 4 കിലോഗ്രാം വീതമാണ് സബ്സിഡി മട്ടയരി നൽകുന്നത്. എന്നാൽ വയോധികർക്കും ഭിന്നശേഷിക്കാർക്കുമൊക്കെ 2 തവണ ഇതിനായിട്ട് കടകളിലേക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് മന്ത്രിയോട് സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. അരിയുടെ ലഭ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഇത് നടപ്പിലാക്കുന്നതായിരിക്കും. ഭക്ഷ്യമന്ത്രിയുടെ പ്രതിമാസ ലൈവ് ഫോണിൻ പ്രോഗ്രാം വഴി ലഭിച്ച പരാതിയിലാണ് ഈ മന്ത്രിയുടെ പ്രതികരണം ഇത്തരത്തിൽ ഉണ്ടായത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വീണ്ടും വൻ കുതിപ്പ് രേഖപ്പെടുത്തി. തിങ്കളാഴ്ച ജനുവരി 5-ാം തീയതി രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി ഗ്രാമിന് 185 രൂപയും പവന് 1480 രൂപയുമാണ് കൂടിയത്. രാവിലെ 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 145 രൂപ കൂടി 12595 രൂപയിലും പവന് 1160 രൂപ കൂടി 1,760 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 12,635 രൂപയിലും പവന് 320 രൂപ വർദ്ധിച്ച് 1,1080 രൂപയിലുമാണ് വ്യാപാരം പിന്നീട് പുരോഗമിച്ചത്.
ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.